അപ്പോൾ കൂട്ടുകാരെ 2024 ഹോണ്ട എലിവേറ്റ് ടോപ്പ് എൻഡ് മോഡലിന്റെ വണ്ടി ഓടിക്കാൻ പോവാണ്. അത് ഓട്ടോമാറ്റിക് ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഓട്ടോമാറ്റിക് ഓടിക്കാൻ പോകുന്നത്. അപ്പം കേട്ടറിവ് വെച്ചാണ് ഈ വണ്ടി ഓടിക്കാൻ പോകുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എ ബി ഇൻഫോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് സമയം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാതെ വന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പം ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നൊരു വെഹിക്കിൾ റിവ്യൂ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ കൂടെ ഉള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല, നിങ്ങളിത് കണ്ടു നോക്കിക്കോളൂ. സ്റ്റോപ്പ്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഹോണ്ടയുടെ എലിവേറ്റ് എന്ന് പറയുന്ന വണ്ടി. ഹോണ്ടയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത വണ്ടിയാണ് ഇത്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ധാരാളം നിങ്ങൾ യൂട്യൂബ് ചാനലിലും പിന്നെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടായിരിക്കും. പക്ഷെങ്കിൽ എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാനൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കൂട്ടുകാരെ, ഈ വണ്ടി ഷോറൂമിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഇൻ ലോ ഈ വണ്ടി സ്വന്തമായി മേടിച്ച വണ്ടിയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ഞാൻ നമ്പർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്പർ കിട്ടുന്നതിനൊക്കെ മുന്നേ പുതുപുത്തനായിട്ടുള്ള വണ്ടി ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഈ വണ്ടി ഇപ്പം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ വീഡിയോയിലേക്ക് ഞാൻ എൻ്റെ ഫാദർ ഇൻ ലോവിനെ സ്വാഗതം ചെയ്യണം. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുത്ത്, എന്തുകൊണ്ടാണ് ഈ വണ്ടിയിലേക്ക് വന്നത്. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള പല വണ്ടികളും ഉണ്ട്, എന്നാലും എൻ്റെ ഫാദർ ഇൻ ലോ ഈ വണ്ടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വണ്ടി സെലക്ട് ചെയ്തതിൻ്റെ കാരണം നമുക്ക് ഈ വീഡിയോ കൂടെ നമുക്ക് അറിയാം. അപ്പോൾ ഞാൻ ഡാഡയെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ ഡാഡ, എങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് വരാനുള്ള ഒരു ആശയം വന്നത്? ഞാൻ ഒരുപാട് വണ്ടികൾ നോക്കി, റിവ്യൂസ് നോക്കി, പിന്നെ ഒരുപാട് വണ്ടികൾ കമ്പയർ ചെയ്തു. ഓക്കെ, വണ്ടികളുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ എല്ലാം ഈ റേഞ്ചിൽ വരുന്ന വണ്ടികളെല്ലാം കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കമ്പയർ ടു എല്ലാത്തിനേക്കാളും എനിക്ക് ബെറ്റർ എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നി ഇതാണ്. നമ്മുടെ ലെവലിൽ അഡാസ് സിസ്റ്റമാണ് മെയിന്. ബാക്കി എല്ലാം ഇതിനകത്തുള്ള ഫീച്ചർ എല്ലാം അടിപൊളിയാണ്. മൈലേജും തരക്കേടില്ലാത്ത മൈലേജാണ്. ഓക്കെ, റേറ്റ് അത് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള വണ്ടികളുടെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റീസണബിൾ റേറ്റുമാണ്. ഇതിനേക്കാളും കുറവ് ഫീച്ചറുള്ള വണ്ടികൾക്ക് ഇതിനേക്കാളും കൂടുതൽ വിലയുണ്ട്. ഓക്കെ, അതൊക്കെയാണ് എൻ്റെ കാരണങ്ങൾ. പക്ഷേ എല്ലാം ഞാൻ കമ്പയർ ചെയ്തു, അതാണ് മെയിൻ. എല്ലാം കുറേ സ്റ്റഡി ചെയ്തു. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മെയിൻ അഡാസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അഡാസാണ് എനിക്ക് ഏറ്റവും കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ഓക്കെ, പിന്നെ ജിയോ ഫെൻസിങ് ഉണ്ട്. നമ്മുടെ വണ്ടി എവിടെ ഇരുന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ മെയിൻ അഡാസ് നമുക്ക് ഒരു വണ്ടി നമ്മുടെ നേരെ ഒരു വണ്ടി വന്നാലും അഡാസ് ഓൺ ആണെങ്കിൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്ക് അടിച്ചോളും. നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ലൈൻ കൺട്രോളിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒന്നും ചെയ്യണം, ബ്രേക്കും കൊടുക്കണ്ട, ആക്സിലേറ്ററും കൊടുക്കണ്ട, ഓട്ടോമാറ്റിക് പോകും. ഏത് സ്പീഡിൽ, ഏത് കിലോമീറ്റർ സ്പീഡിൽ സെറ്റ് ചെയ്തിരിക്കണോ ആ സ്പീഡിൽ പോകും. അതിന് മുമ്പിൽ പോകുന്ന വണ്ടി അതേ സ്പീഡിൽ, എത്ര സ്പീഡിൽ പോകണോ അതേ സ്പീഡിൽ നമ്മുടെ ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും അതിന്റെ ഡിസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട്, നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. നമ്മുടെ ലൈഫ് സേഫ്റ്റി, സെക്യൂരിറ്റിയാണ് മെയിൻ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഓണർ റിവ്യൂ കണ്ടു കാണുമായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, എൻ്റെ ഫാദർ ഇൻ ലോയാണ്, ഈ വണ്ടിയുടെ ഒരു മൈലേജ് എങ്ങനെയായിരിക്കും ഓട്ടോമാറ്റിക് ഇതിന് കിട്ടുന്നത്? മൈലേജ് വന്നിട്ട് 17 പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ റോഡ് കണ്ടീഷനിൽ 15 അതിന് മുകളിൽ കിട്ടും. അതായത് ഒരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ അവർ പറഞ്ഞാൽ 16 മുകളിൽ കിട്ടും. അതുപോലെ സിറ്റീസിനകത്തൊക്കെ ഈ വണ്ടി സിറ്റീസിൽ വരുമ്പോഴത്തേക്കും വളരെ കുറയും. അതായത് ഒരു 12-13 കിട്ടത്തുള്ളൂ. എന്നാലും വണ്ടിയുടെ മൈലേജ് നമ്മുടെ എന്നാ പറയുന്ന സിറ്റീസിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്നതിനകത്ത് വണ്ടിയുടെ മൈലേജിൻ്റെ അകത്തുള്ള കാര്യം ഇരിക്കുന്നത്. എന്തായാലും വണ്ടി അതിമനോഹരമായ ഒരു വണ്ടിയാണ്. അപ്പം അതുപോലെ തന്നെ ഇനിയും നമ്മൾ പുറത്തുനിന്നുള്ള വണ്ടിയുടെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇനി അകത്ത് വണ്ടിയുടെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, അതായത് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, അതും കൂടെ ഒന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഹോണ്ട എലിവേറ്റ് ടോപ്പ് എൻഡ് മോഡലിൻ്റെ അകത്താണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണ്, ഇതിനകത്ത് ടോപ്പ് എൻഡ് മോഡലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഫീച്ചേഴ്സ് കാണിക്കാൻ പറ്റത്തില്ല, കാരണം കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇപ്പം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം അറിയാവുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്കൊന്ന് ലൈവ് കണ്ടു നോക്കിയൊന്ന്
മനസ്സിലാക്കാം. അപ്പം ആദ്യം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആംബിയൻസ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ആദ്യം തന്നെ ചെറിയൊരു അലാറമാണ്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ആകുന്നതിൻ്റെ ഹോണ്ടയുടെ എലിവേറ്റിൻ്റെ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. പാട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്നാ പറയുന്ന സൈഡ് മിററിൻ്റെ ഒരു ലൈവ് വ്യൂ നമുക്ക് കാണാം. ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈഡ് വ്യൂ നമുക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കും. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആദ്യം പാർക്കിംഗ് മോഡാണ്. പാർക്കിംഗ് മോഡിൽ നിന്ന് നമ്മൾ നേരെ ഡ്രൈവ് മോഡിലേക്ക് വണ്ടി കൊണ്ടുവരുവാണ്. എന്നാലേ വണ്ടി മൂവ് ആകത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ചിട്ടില്ലെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒത്തിരി ഉപകാരപ്രദമാകും. ഓക്കെ, നമുക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കാം. നമുക്ക് ലെഫ്റ്റ് പോണേ. അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെ ബോണറ്റ് നമുക്ക് കണ്ട് ഓടിക്കാം വണ്ടിയുടെ. അപ്പോൾ അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. അതായത് ബോണറ്റ് നമുക്ക് കണ്ടോടിക്കാൻ പറ്റുന്നത്. കാരണം വണ്ടിയുടെ കറക്റ്റ് നമുക്ക് ആംഗിളും മെഷർമെൻറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ബോണറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഹൈറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ റോഡ് പ്രസൻസ് നമുക്ക് വളരെ നന്നായിട്ട് കണ്ട് നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാം. അതൊക്കെ ഈ വണ്ടിയുടെ ഒരു എന്നാ പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. റോഡ് ക്ലിയറൻസും അടിപൊളിയാണ്. റോഡ് ക്ലിയറൻസ് 220. റോഡ് ക്ലിയറൻസ് 220 ഉണ്ടല്ലേ? 220 അടിപൊളിയാണ്. അടിപൊളി. ഞാൻ സെർച്ച് ചെയ്ത വണ്ടികളിൽ ഏറ്റവും ബെസ്റ്റ്. സെർച്ച് ചെയ്ത വണ്ടിയിൽ ഏറ്റവും ബെസ്റ്റ് റോഡ് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയാണ്. അതെ, റോഡ് ക്ലിയറൻസ് നമുക്ക് എത്ര വലിയ അമ്പറിലും ഒരു പ്രശ്നമില്ലാണ്ട് പോവാം. കൂടാതെ നമ്മളൊരു പോക്കറ്റ് റോഡിലാണുള്ളത്. അപ്പം പോക്കറ്റ് റോഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള പരിമിതിയുണ്ട് വണ്ടി ഓടിക്കുന്നതിന്. നമ്മൾ മെയിൻ റോഡിലേക്ക് വന്നിട്ട് ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ മെയിൻ റോഡിൽ വന്നിരിക്കുകയാണ്. അപ്പം മെയിൻ റോഡിൽ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്ന വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്, പക്ഷേ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഗിയർ ഷിഫ്റ്റിംഗ് ഇവിടെ നടക്കുന്നത്. നമുക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. വണ്ടി ജസ്റ്റ് നമ്മൾ ഓടിച്ചുകൊണ്ട് ആക്സിലേറ്ററിൽ കാല് വെച്ചിട്ടേ ഉള്ളൂ, പക്ഷേ വണ്ടി അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് നല്ലൊരു മെഷീനാണ് ഹോണ്ട ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇതിന്റെ അഡാസ് ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഇതിന്റെ അഡാസ് ഫീച്ചർ വർക്ക് ആവുന്നത്? അഡാസ് ഫീച്ചർ വർക്ക് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഈ ഇതിനകത്ത് മെയിനിൽ പോവുക, സെറ്റ് ചെയ്യുക. അതിനെ ഓക്കെ, വണ്ടി സേഫ്റ്റിയിൽ ഓക്കെ ചെയ്യുക. അഡാസ് അത് ശരി. അഡാസ് നമുക്കൊന്ന് നിർത്തിയിട്ട് സംസാരിച്ചാലോ? ഒന്ന് പാർക്കിംഗ് ലൈറ്റും കൂടി ഇട്ട് അവിടെ മതി. അപ്പം അഡാസ് എങ്ങനെയാണ് ഇതിനകത്ത്? അഡാസ് ഓട്ടോമാറ്റിക് ആണ്. അഡാസ് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഇതെല്ലാം അഡാസിന്റെ ഫീച്ചർ ഇതാണ്. ഇത് ലൈൻ കൺട്രോളും ലൈനിന്റെ ഉള്ളിൽ പോണത് ഇതിനകത്ത് പോണം. ഇത് നമുക്ക് അഡാസിന്റെ ഇപ്പൊ ഒരു 80 കിലോമീറ്റർ സ്പീഡ് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അഡാസ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പോണ നമുക്ക് പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ഫ്രീ ആക്കാം. സ്റ്റിയറിംഗിൽ നമ്മൾ കൈവെക്കണം. നമുക്ക് ബ്രേക്കും ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് വെക്കാം. ജസ്റ്റ്
റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കാം. ജസ്റ്റ് നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇപ്പൊ ഒരു വണ്ടി ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ വരുവാണെങ്കിൽ എത്ര മീറ്ററിലൊക്കെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്, ആ ഡിസ്റ്റൻസ് വരുമ്പോൾ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്ക് അടിക്കും. നമ്മുടെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിനെ ഇപ്പൊ നമ്മളിപ്പോ 80 പോവാണെങ്കിൽ നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടി 60 വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് 60 ഓട്ടോമാറ്റിക്. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടി കൺട്രോൾ ചെയ്തോളൂ ഓട്ടോമാറ്റിക് അഡാസിൽ. വണ്ടി മനസ്സിലാക്കി ഓട്ടോമാറ്റിക് സ്പീഡ് കൺട്രോൾ ചെയ്തോളൂ. 60 നമ്മുടെ അങ്ങനെ പോകണ അതിപ്പോ അവരെത്ര 60, 70 ഏത് വന്നാലും 40 വരെയും ഓട്ടോമാറ്റിക് ആണ്. 40 കഴിഞ്ഞാൽ പിന്നെ അഡാസ് കട്ടാവും. പിന്നെ നമ്മുടെ ഇതിൽ തന്നെ ആയിരിക്കും. പക്ഷെ 40 വരെയും മെയിൻ ഹൈവേയിലൊക്കെയാണ് നമ്മൾ ഈ അഡാസ് നമുക്ക് ശരിക്കും ഉള്ള ക്രൂയിസ് കൺട്രോൾ എന്ന് പറയാം അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്രൂയിസ് കൺട്രോൾ ആണ് ഓട്ടോമാറ്റിക്കലി. നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്റ്റിയറിംഗ് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഇപ്പൊ 6 വേ 3 വേ 4 വേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മളെ സമ്മതിക്കില്ല. അതായത് നമ്മളോട് പറയും ഇൻഡിക്കേറ്റർ ഇപ്പൊ ഒരു വണ്ടി ഇപ്പൊ ഇതിൽ പോവാണ് 60 പോവാണ്, നമ്മൾ ആ ലൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര 80 പോയിക്കൊണ്ടിരിക്കും, 50 പോയിക്കൊണ്ടിരിക്കും. 80 നമ്മൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അത് പോയിക്കൊണ്ടിരിക്കും. അതിന് ആ വണ്ടി നമ്മൾ ക്രോസ് ചെയ്ത് പോവാം, ഒരു പ്രശ്നമില്ല. അത് നമ്മളെ ലൈൻ ചേഞ്ച് ചെയ്ത് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒന്നും പറയില്ല, അങ്ങനെ പോയിക്കോളാൻ പറയും. ഓക്കെ, അതാണ് ഇതിന്റെ. അപ്പൊ സൺറൂഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺറൂഫ് എങ്ങനെയാണ്? സൺറൂഫ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? സൺറൂഫ് ചെയ്യാം. സൺറൂഫ് ജസ്റ്റ് ഇതാണ്, ഓപ്പൺ ആണ്. ഓക്കെ അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സൺറൂഫ് തന്നെയാണ്. നമുക്ക് ഒരു 2 പേർക്കൊക്കെ നിന്ന് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺറൂഫാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഡ്രൈവ് കൊണ്ടിരിക്കുമ്പം ഒരിക്കലും സൺറൂഫ് യൂസ് ചെയ്ത് അത് കുറ്റകരമാണ്. അപ്പം കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കവേ സൺറൂഫ് യൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും സൺറൂഫ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം യൂസ് ചെയ്യാൻ പാടില്ല. നമുക്കത് ഓപ്പൺ ചെയ്ത് നമുക്ക് എയർ അകത്തേക്ക് എടുക്കാം. പക്ഷെങ്കിൽ ഒരിക്കലും കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നോ ആരെങ്കിലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം സൺറൂഫിൻ്റെ മണ്ടേ കയറി നിന്ന് എന്നാ പറയുന്ന ഒരു റൈഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കരുത്. അത് പെനാൽറ്റിയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് AI ക്യാമറ കണ്ടെങ്കിൽ വീട്ടിലേക്ക് ഉറപ്പായിട്ടും പെനാൽറ്റി വന്നിരിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ വണ്ടി ഇപ്പം സൈഡിലേക്ക് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ സൈഡ് മിററിലുള്ള ക്യാമറ വെച്ച് നമുക്ക് സ്ക്രീനിലൂടെ കാണാൻ പറ്റും ഈ വണ്ടി കറക്റ്റായിട്ടാണോ സൈഡിൽ പാർക്ക് ചെയ്തത്, അതായത് റോഡിൽ നിന്ന് വിട്ട് മാറിയിട്ടുണ്ടോ അതോ ഇല്ലയോ എന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഈ വണ്ടിക്ക് അത് പാർക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും യാതൊരു രീതിയിലുള്ള ഒരു ഇഷ്യൂസും നമുക്ക് ഉണ്ടാകുന്നില്ല. നമുക്ക് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ പാർക്ക് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, 2024 ഹോണ്ട എലിവേറ്റ് ടോപ്പ് എൻഡ് മോഡലിൻ്റെ വണ്ടി ഓടിക്കാൻ പോവാണ്. അത് ഓട്ടോമാറ്റിക് ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഓട്ടോമാറ്റിക് ഓടിക്കാൻ പോകുന്നത്. അപ്പം കേട്ടറിവ് വെച്ചാണ് ഈ വണ്ടി ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാർക്കിംഗ് മോഡിലാണ്. പാർക്കിംഗ് മോഡിൽ നമ്മൾ നേരെ ഡ്രൈവ് മോഡിലേക്ക് വണ്ടി കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് സൈഡ് മിറേഴ്സ് നമ്മൾ എപ്പോഴും നമ്മൾ വണ്ടിക്ക് അത് ശ്രദ്ധിക്കണം. അത് നോക്കിക്കൊണ്ട് വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യാം. അപ്പൊ ഡ്രൈവ് മോഡിലിട്ട് വണ്ടി എന്നാ പറയുന്നത് ചീത്തയുടെ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 0 to 60 കിലോമീറ്റർ വരാൻ ഏതാണ്ട് കുറച്ച് സെക്കൻഡുകൾ മാത്രം മതി. എക്സാക്ട് എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷെങ്കിൽ കുറച്ച് സെക്കൻഡുകൾ മാത്രം മതി 0 to 60. ഞാനിപ്പോൾ ഒരു 60 സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ 60 സ്പീഡ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ മാനുവൽ ട്രാൻസ്മിഷനിലാണെങ്കിൽ നമുക്ക് ഗിയർ മാറുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷെങ്കിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒന്നും നമുക്ക് അറിയണ്ട, വണ്ടി വളരെ സ്മൂത്തായിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലെഗ് റൂം എല്ലാം കറക്റ്റ് സ്പേസ് ആണ്. ഞാൻ 5'8" ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടിയുടെ ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നം വണ്ടി ഓടിക്കുമ്പം എനിക്ക് തോന്നുന്നില്ല. വണ്ടി നല്ല കംഫർട്ടാണ്. ലെതർ സീറ്റ്സ് ഒക്കെയാണ്. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. പിന്നെ എൻ്റെ ഫാദറിനോ പറഞ്ഞ പോലെ തന്നെ വണ്ടി അകത്ത് കുറച്ച് അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വണ്ടിയോട് നമുക്കിപ്പം വോയിസ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് കമാൻഡിലൂടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയോട് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ സാധിപ്പിക്കും. വോയിസ് കൺട്രോൾ ഉണ്ട്, അലക്സ ഉണ്ട്. ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അലക്സ കോമ്പാറ്റബിൾ ആണ്. അതായത് അലക്സ വഴി നമുക്ക് വണ്ടിയെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യാം.
AC ഓൺ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അലക്സ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പം അത് ടോപ്പ് എൻഡിൽ മാത്രമേ ഉണ്ടോ? ടോപ്പ് എൻഡിൽ അതിന്റെ സെക്കൻഡിലും ഉണ്ട്. സെക്കൻഡിൽ അതിന്റെ താഴത്തെ മോഡലുണ്ടോ? ഓക്കെ. അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പൊ ഇപ്പം ഒരു വണ്ടി എന്റെ മുന്നേ ഒന്ന് ഓവർടേക്ക് ചെയ്തു പോയി. അപ്പം നമ്മളിപ്പോ അഡാസിൽ ഓടിക്കുകയാണെങ്കിൽ ആ വണ്ടി നമ്മുടെ ഫ്രണ്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു അലാറം നമുക്കത് ബീപ്പ് ചെയ്യും ഇവിടെ സ്ക്രീനിൽ. അത് നമ്മൾ അഡാസിൽ ഓടിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു സിഗ്നൽ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ആ വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന വണ്ടി ഇപ്പൊ നമ്മുടെ ലെയിൻ വിട്ട് നമ്മുടെ സൈഡിലേക്ക് വന്നു. അഥവാ ആ വണ്ടി അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വണ്ടി ഒരു വാർണിംഗ് ഇൻഡിക്കേറ്റർ നമുക്ക് തരും. നമുക്ക് അതിന്റെ ഓട്ടോമാറ്റിക്കലായിട്ട് അത് സെൻസ് ചെയ്ത് വണ്ടീനെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കും. അതൊക്കെ സേഫ്റ്റിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ വളരെ നല്ലൊരു ഫീച്ചറാണ് ഇതൊക്കെ. അപ്പൊ ഇത്രയും നല്ല ഫീച്ചർ ഈ വണ്ടിക്കകത്ത് ഉൾപ്പെടുത്തിയതിന് ഹോണ്ടയോട് വളരെ നന്ദി പറയുകയാണ് ഈ സമയത്ത്. അപ്പൊ ഇതാണ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നമുക്ക് ഫ്രണ്ട് കണ്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നത്. കാരണം ഞാനൊരു നോർമൽ ഹൈറ്റിലാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും വണ്ടിയുടെ ബോണറ്റ് കണ്ട് ഓടിക്കാൻ പറ്റുന്നത് അത് തന്നെ വലിയൊരു വണ്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു SUV-ക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ബോണറ്റ് കണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്നില്ല. പക്ഷെ ഈ ഹോണ്ട എലിവേറ്റിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ബോണറ്റ് കണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതാണ്. അത് മറ്റെന്ത് ഫീച്ചേഴ്സ് വണ്ടിക്കകത്ത് ഉണ്ടെങ്കിൽ പോലും ഈ ബോണറ്റ് കണ്ട് വണ്ടി ഓടിക്കുന്നത് അതൊരു പ്രത്യേകം ഒരു അനുഭവം അല്ലേ ഡാഡാ? അതെ, നോ ഡൗട്ട്. എവിടെ സിറ്റിയിൽ പോയി നമ്മളൊരു വണ്ടിയുടെ പുറകിൽ നിർത്തിയാൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് അറിയാം. ഡിസ്റ്റൻസ് അറിയാൻ പറ്റും അല്ലേ? നമുക്കൊരു വണ്ടിയുടെ പുറകിൽ നിർത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വണ്ടി എത്രയുണ്ട്. ഓക്കെ. കൂടാതെ ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 460 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ്. വളരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസാണ്. ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോഴത്തേക്കിന് നല്ല ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടി നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റ് ആണെങ്കിൽ ഫോൾഡബിൾ ആണ്. അതായത് 60-40 രീതിയിലായിരിക്കും സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത്. 2 പേരൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നല്ല രീതിയിൽ ലഗേജ് വെച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ബാക്ക് സീറ്റിൻ്റെ ലെഗ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. അതായത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കയറി ഇരുന്ന് ലെഗൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് നമുക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആണ് ബാക്ക് സീറ്റിൻ്റെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഇരുന്ന് നല്ല റിലാക്സായിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. സീറ്റ്സൊക്കെ എല്ലാം ലെതർ ഫിനിഷാണ്. വളരെ ഹൈ പ്രീമിയം ലെതർ യൂസ് ചെയ്താണ് സീറ്റിൻ്റെ ക്വാളിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിലാണ് സീറ്റിൻ്റെ ഫിനിഷിങ് എലിവേറ്റിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പം ഈ വണ്ടിയിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ തിങ് മിസ് ചെയ്യുന്നുണ്ടോ, അത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ള ഒരു സജഷൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുന്നതിനകത്ത്? മിസ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൺറൂഫാണുള്ളത്. പനോറമിക് ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റുള്ള വണ്ടിയായിട്ട് ചേർന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് 360 ഡിഗ്രി ക്യാമറയും കൂടി ആഡ് ചെയ്യാമായിരുന്നു. അതൊരു ചെറിയൊരു സജഷനാണ് ഹോണ്ടയ്ക്ക് നമ്മുടെ. ഓക്കെ. അപ്പം വണ്ടി കൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടി ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഇത് എടുത്തത്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ തന്നെയാണ്. ഐ ആം സാറ്റിസ്ഫൈഡ്.